എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്സിൻസിനെ പറ്റിയാണ്. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം കൊറോണ വാക്സിനെ പറ്റി എല്ലാവർക്കും തന്നെ ആവശ്യത്തിനുള്ള അറിവുകളുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്, എസ്പെഷ്യലി മെഡിക്കൽ സ്റ്റുഡൻസിന് അക്കാഡമിക് പരമായിട്ട് വാക്സിൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട, അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് വാക്സിൻ? സോ ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രിപ്പറേഷനാണ് വിച്ച് ഇസ് ഗിവൺ ടു പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി ഫ്രം എ ഡിസീസ്. ഒരു ഡിസീസ് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ മുന്നോടിയായിട്ട് എടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു രൂപമാണ് വാക്സിൻ എന്ന് പറയുന്നത്. അതൊരു മെഡിക്കൽ പ്രിപ്പറേഷനാണ്. സോ വാക്സിൻസിനകത്ത് പലതരത്തിലുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡെഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം മുതൽ ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ആൻറ്റിജൻസ് വരെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു ഡിസീസ് വരാണ്ടിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണ് ഈ വാക്സിൻ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആൻ എഫക്റ്റീവ് വാക്സിൻ ചേഞ്ച് ദ ഇമ്മ്യൂൺ സിസ്റ്റം ബൈ പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റിബോഡീസ് that can quickly and effectively attack disease causing microorganisms when it enters the body, preventing the disease development. സോ ഒരു വാക്സിൻ ചെയ്യുന്ന ഫംഗ്ഷൻ ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഒന്നുകിൽ നമ്മുടെ വാക്സിൻ ചെയ്യുന്നത് ആ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് വെക്കുക. ഈ ആൻറ്റിബോഡീസ് പിന്നീട് നമുക്ക് ആ മൈക്രോ ഓർഗാനിസമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഡിസീസ് ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമ്മുടെ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ആയിരിക്കും ചെയ്തു വയ്ക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ കൂടിയും നമുക്ക് രോഗം എന്നുള്ള അവസ്ഥയിലേക്ക് പോവാണ്ട് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വാക്സിൻസ്. സോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വാക്സിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫോർമുലേഷനാണ്. അത് പല ടൈപ്സ് ഉണ്ട്, നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് തന്നെ ലൈവായിട്ടുള്ള ഓർഗാനിസത്തിനെ തന്നെ യൂസ് ചെയ്യുന്ന വാക്സിൻസ് ഉണ്ട്, കിൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്ന വാക്സിൻസ് ഉണ്ട്, ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ചില ആൻറ്റിജൻസിനെ മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലാണ് നമ്മൾ ഓരോ വാക്സിൻസും പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഈ ഏത് വാക്സിൻ ആയിക്കോട്ടെ, വാക്സിൻസ് ഒക്കെയും തന്നെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് കഴിവുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നൽകുന്ന സെൽസിനെ, കോശങ്ങളെ നിർമ്മിക്കുക എന്നതാണ് വാക്സിൻസിൻ്റെ ഒക്കെയും തന്നെ അൾട്ടിമേറ്റ് എയിം. So a vaccine should stimulate sufficient number of memory T cells and B lymphocytes to yield effector T cells and antibody producing B cells from the memory cells. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് പറഞ്ഞൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആൻറ്റിബോഡീസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിജൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഒരു ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ ക്ലാസ് കാണാത്തവർ അത് പോയിട്ട് കണ്ടു നോക്കുക. ഇപ്പോൾ വാക്സിൻ എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ ഫോർമുലേഷൻ ചെയ്യുന്നത് ഇത്തരത്തിൽ ആൻറ്റിബോഡീസിനെ ഫോം ചെയ്യാൻ കഴിവുള്ള ബി സെൽസിനെ ഉത്തേജിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന, എസ്പെഷ്യലി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോള് വഹിക്കുന്ന സെല്ലുകളാണ്, കോശങ്ങളാണ് ടി ലിംഫോസൈറ്റ്സ്. ഈ ടി ലിംഫോസൈറ്റ്സിനെ ഒരു പാത്തോജൻ്റെ എൻട്രിക്ക് മുന്നേ തന്നെ നമ്മുടെ ബോഡിയിൽ സജ്ജമാക്കി വെക്കുക. ആ പാത്തോജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടി ലിംഫോസൈറ്റുകളെ നമ്മുടെ ബോഡിയിൽ സജ്ജമാക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വാക്സിൻസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ വാക്സിൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഫോർമുലേഷൻ നമ്മൾ ഒരു നോൺ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഇൻജെക്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ശരീരത്തിൽ ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആ ഒരു പാത്തോജൻ എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുകയാണ്. സോ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വാട്ട് ഈസ് വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് തൊട്ടിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്ത് വരുന്നൊരു പാറ്റേൺ ഉണ്ട്. അതായത് ജനിച്ച് ഇത്ര ദിവസം കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഈ വാക്സിൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര മന്ത്സ് കഴിയുമ്പം ഈ വാക്സിൻ കൊടുക്കണം എന്നൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു കാർഡ് എല്ലാ അമ്മമാരുടെ കയ്യിലും കാണും. ആ ഒരു കാർഡിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളെയൊക്കെ തന്നെ വാക്സിനേഷൻ ചെയ്യുന്നത്. സോ ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗ്ലോബലി കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ വരാവുന്ന ഒരുപാട് ഡിസീസുകളുണ്ട്. ഇത് കുറേ എണ്ണമൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്, കുറേ എണ്ണമൊക്കെ വൈറസ് ഉണ്ടാക്കുന്നതാണ്. സോ ഈ ഡിസീസൊക്കെ വരാതിരിക്കാൻ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലതൊക്കെ ആൻറ്റിബോഡീസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്, ചിലതിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ടുള്ള ടി ലിംഫോസൈറ്റുകളാണ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്.
സോ ഫ്യൂച്ചറിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പാത്തോജൻ്റെ എക്സ്പോഷർ വരികയാണെങ്കിൽ കൂടിയും അവർ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ വാക്സിനേഷൻ അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ പറയുന്നത്. So vaccination is immunization against infectious diseases through the administration of vaccines for the production of active immunity in humans and other animals. So in this slide we are discussing about the types of vaccines. There are mainly 4 types of vaccines: live attenuated vaccines, inactivated or killed vaccines, subunit and conjugate vaccines, and toxoid vaccines. So we will be discussing briefly about all these in the coming slides. First one is live attenuated vaccines. സോ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസ് ആ പേരിൽ തന്നെ ഉണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള ജീവനുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിനെ തന്നെയാണ് ഈ വാക്സിൻ എന്ന് പറയുന്ന ഫോർമുലേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള വാക്കാണ് അറ്റനുവേഷൻ. അറ്റനുവേഷൻ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വീക്കനിങ് എന്നാണ്. അതായത് നമ്മളൊരു ലൈവായിട്ടുള്ള പാത്തോജനെ നമ്മുടെ ബോഡിയിലേക്ക് ഒരു വാക്സിനേഷൻ രൂപത്തിൽ കുത്തിവെക്കുകയാണ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ രൂപത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡിസീസ് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു പാത്തോജനെ വീക്കൻ ചെയ്ത് വെക്കുകയാണ്. അതേസമയം ആ വാക്സിൻ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി തരുന്നുമുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് ഈ അറ്റനുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ലൈവ് മൈക്രോ ഓർഗാനിസം ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് വീക്കൻ ഫോം so that it will create immunity in the individual but it will not be able to establish a disease in the individual. So in some cases microorganisms can be attenuated or disabled so that they lose their ability to cause significant disease but retain their capacity for transient growth within the inoculated host. ഇതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഇഞ്ചക്ട് ചെയ്ത ഇൻഡിവിജ്വലിൽ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവും ബട്ട് ആ ഒരു ഡിസീസ് എസ്റ്റാബ്ലിഷ് ആവുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറ്റനുവേഷൻ അഥവാ വീക്കനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസിന് നമുക്ക് അറിയാവുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. വാക്സിനേഷൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് വാക്സിൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത് സർ എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന മൈക്രോബയോളജിസ്റ്റ് ആണ്. ആൻഡ് അദ്ദേഹം കണ്ടുപിടിച്ച വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സീനിയ വൈറസ് സ്മോൾ പോക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ്. സോ അദ്ദേഹം കണ്ടുപിടിച്ച ഈ സ്മോൾ പോക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ഒരു ലൈവ് അറ്റനുവേറ്റഡ് വാക്സിന് എക്സാമ്പിളാണ്. സോ എങ്ങനെയാണ് ഈ അറ്റനുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് അറ്റനുവേഷൻ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഭൂരിഭാഗം കേസുകളിലും ഈ അറ്റനുവേഷൻ അഥവാ വീക്കനിങ് ഓഫ് ദ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന കാര്യം നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബാക്ടീരിയ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വൈറസ് ആയിക്കോട്ടെ നമ്മൾ അവരെ പ്രൊലോങ്ഡ് പീരീഡിൽ അവർക്ക് വളരെ അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള കൾച്ചർ കണ്ടീഷൻസിൽ ഗ്രോ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രോ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി പത്തോജനസിറ്റി നഷ്ടപ്പെടും. ബട്ട് അതേസമയം അവർ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് അറ്റനുവേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പ്രൊലോങ് ടൈമൊക്കെ വച്ച ശേഷം ഗ്രോ ചെയ്തെടുക്കുന്ന നമ്മുടെ പാത്തോജൻ ബാക്ടീരിയ ആവാം വൈറസ് ആവാം ഇവരൊക്കെയും അറ്റനുവേറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് ഈ അറ്റനുവേറ്റഡ് ആയിട്ടുള്ള സെലക്റ്റഡ് മ്യൂട്ടൻസ് ആണ് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള വാക്സിനേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ BCG വാക്സിനേഷൻ ഉണ്ടല്ലോ. നമുക്ക് ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന BCG വാക്സിനേഷൻ. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാസിലസ് കാൽമറ്റെഗ്വെറിൻ എന്ന് പറയുന്ന സ്ട്രെയിനാണ് മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറയുന്ന ബാക്ടീരിയേണ്ടത്. ഇത് നമ്മൾ ആക്ച്വലി ഹൈ കോൺസെൻട്രേഷൻ ബൈലുള്ള മീഡിയത്തിനകത്ത് മൈക്കോബാക്ടീരിയം ബോവിസിനെ ഗ്രോ ചെയ്തെടുത്ത ശേഷം അവർക്ക് അറ്റനുവേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രെയിനെയാണ് നമ്മൾ വാക്സിനേഷന് വേണ്ടിയിട്ട് BCG വാക്സിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന അറ്റനുവേറ്റഡ് വാക്സിൻസിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോളിയോ വാക്സിൻ ഉണ്ട്. സാബിൻ വാക്സിൻ എന്ന് പറയും പോളിയോ വാക്സിൻ. അതുപോലെ മീസിൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻ രണ്ടിനകത്തും അറ്റനുവേറ്റഡ് ആയിട്ടുള്ള വൈറൽ സ്ട്രെയിൻസ് തന്നെയാണ് ഉള്ളത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഇനാക്ടിവേറ്റഡ് വാക്സിൻസ് ഓർ കിൽഡ് വാക്സിൻസ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈവായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ടാണ് വാക്സിൻ്റെ ഫോർമുലേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. So it is another common means to make a pathogen safe for use in a vaccine by treatment with heat or chemicals. So ഈ ഇനാക്ടിവേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ കില്ലിങ് ചെയ്യാൻ നമ്മൾ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അറ്റനുവേഷനിൽ പറഞ്ഞ പോലെ തന്നെ
കൂടുതലായിട്ട് നമ്മൾ ഹീറ്റ് വെച്ചിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽസ്, ഫോർമാലിൻ പോലത്തെ പലതരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കില്ല് ചെയ്യാറുണ്ട്. So this kills the pathogen, making it incapable of replication, but still it allows to induce an immune response to at least some of the antigens contained within the organism. So ഇത്തരത്തിൽ നമ്മൾ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തിട്ട് ഫോർമുലേഷനായി വാക്സിനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഡിസീസ് വരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഇമ്മ്യൂണിറ്റി ആ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുകയും ചെയ്യും. സോ ഇത് കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് പറയാം. ലൈവായിട്ടുള്ള ഓർഗാനിസത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കുറഞ്ഞിട്ടുള്ള ആളുകൾ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയുള്ള ആളുകളിലൊക്കെ കുറച്ചും കൂടെ സേഫറായിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിൻ ടൈപ്പാണ് ഈ ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻ. സോ ഈ വാക്സിനകത്ത് നമ്മൾ കില്ല് ചെയ്യുമ്പോൾ എൻറ്റയർ ഓർഗാൻസും കില്ലാവുന്നുണ്ടാവില്ല, അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൻറ്റിജനിക് എപ്പിടോപ്സ് റിമെയിൻ ചെയ്യുന്നുണ്ടാവും. ഇതായിരിക്കും നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിടോപ്സ് സർഫസ് ആൻറ്റിജൻസ് ആവാം, മേ ബി അത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ ഇനാക്ടിവേഷൻ സമയത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സോ പലതരത്തിലുള്ള ഇനാക്ടിവേഷനകത്ത് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ഇനാക്ടിവേഷനാണ് ഹീറ്റ് ഇനാക്ടിവേഷൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് ഇനാക്ടിവേഷൻ പലപ്പോഴും നമ്മുടെ ഓർഗാനിസത്തിൻ്റെ പ്രോട്ടീൻസ് ഉണ്ടാവും, സർഫസിലൊക്കെ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ടാവും. സോ ഈ പ്രോട്ടീൻസിനൊക്കെ ഡീനാച്ചുർ ചെയ്തിട്ട് അവരുടെ സർഫസിനൊക്കെ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സ്ട്രക്ചറിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ അത് നമുക്ക് അത്ര ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഇനാക്ടിവേഷൻ നമ്മളിപ്പോൾ വളരെ ലെസ് കോമൺ ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. മറ്റുള്ള കെമിക്കൽ മെത്തേഡ്സ് തന്നെയാണ് കൂടുതലായിട്ടും ഇനാക്ടിവേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഇനാക്ടിവേറ്റഡ് വാക്സിൻ നമുക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ പോളിയോയുടെ തന്നെ സാക് വാക്സിൻ. സാക് വാക്സിൻ എന്ന് പറയുന്നത് ഫോർമാൽഡഹൈഡ് വെച്ചിട്ട് ഇനാക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിൽഡ് വാക്സിൻ എക്സാമ്പിളാണ്. മറ്റുള്ള വാക്സിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ, അതുപോലെ റാബീസ് വാക്സിൻ, ഇതൊക്കെയും തന്നെ ഇനാക്ടിവേറ്റഡ് ഓർ കിൽഡ് വാക്സിൻസിന് എക്സാമ്പിളാണ്. അടുത്ത നമ്മുടെ ക്ലാസിഫിക്കേഷനാണ് സബ് യൂണിറ്റ് ആൻഡ് കോൺജുഗേറ്റ് വാക്സിൻസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആൻറ്റിജൻ ആണ്. സോ ആ വാക്കിൽ തന്നെ ഉണ്ട്, നമ്മൾ എൻറ്റയർ മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നില്ല, ബട്ട് ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ നല്ല ആൻറ്റിജനിക് ആയിട്ടുള്ള ഒരു പാർട്ടിനെ ചൂസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വാക്സിൻ്റെ രൂപത്തിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ സബ് യൂണിറ്റ് വാക്സിൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ആൻറ്റിജൻസ് purified from microbes which are usually administered with an adjuvant. So സബ് യൂണിറ്റ് വാക്സിനകത്ത് നമ്മൾ എപ്പോഴും തന്നെ ഒരു അഡ്ജുവൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യാറ്. അപ്പോൾ അഡ്ജുവൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ വാക്സിൻ്റെ പൊട്ടൻസി ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസസ് ആണ് അഡ്ജുവൻസ്. സോ എൻറ്റയർ മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ, ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ നല്ല ആൻറ്റിജനിക് ആയിട്ടുള്ള ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, ആൻഡ് ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് അലോങ് വിത്ത് ആൻ അഡ്ജുവൻറ്റ്. സോ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് വാക്സിൻസ് ഉണ്ട്. ഇതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ബാക്ടീരിയൽ പോളിസാക്കറൈഡ് ആൻറ്റിജൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ന്യൂമോകോക്കെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻസിനകത്ത് അവരൊക്കെ സബ് യൂണിറ്റ് വാക്സിൻസ് ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഓർഗാനിസത്തിൻ്റെ ഒക്കെ തന്നെ പോളിസാക്കറൈഡ് ആൻറ്റിജൻസ് ആണ് സബ് യൂണിറ്റ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തത്. ബട്ട് ഈ കേസുകളിൽ നമ്മുടെ ഈ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് ആൻറ്റിജൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ടി ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻസ് ആണ്, അതായത് ടി സെൽ ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻസ് ആണ്. സോ ഒരു ടി സെൽ ഇൻഡിപെൻഡൻറ്റ് ആൻറ്റിജൻ ആയിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ വാക്സിനായിട്ട് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പോർലി ഇമ്മ്യൂണോജനിക് ആയിരിക്കും. അതായത് ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്, ബട്ട് ഇറ്റ് വിൽ ബി പോർലി ഇമ്മ്യൂണോജനിക്. നമ്മൾ മറ്റുള്ള വാക്സിൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമ്മ്യൂണോജൻസിറ്റി കുറച്ച് കുറവാണെന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂ ബോൺസിനൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഇമ്മ്യൂണിറ്റി മാത്രമേ ഇത്തരത്തിലുള്ള വാക്സിൻസ് വഴി കിട്ടുന്നുണ്ടാവുള്ളൂ. സോ ഇത്തരത്തിലുള്ള സബ് യൂണിറ്റ് വാക്സിൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ പോളിസാക്കറൈഡ് ആൻറ്റിജൻ ആണ് നമ്മൾ വാക്സിനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇമ്മ്യൂണോജനിസിറ്റി കുറവാണെന്ന് പറഞ്ഞല്ലോ. സോ ഇവരുടെ കേസിൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബോഡി റെസ്പോൺസ് മൗണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോളിസാക്കറൈഡ് നമുക്ക് പ്രോട്ടീൻസ് ആയിട്ട് കപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബോഡി റെസ്പോൺസ് ക്രിയേറ്റ് ആവും. സോ ഒരുപാട് വാക്സിൻസ് ഉണ്ട് ഈ സബ് യൂണിറ്റ് വാക്സിൻസ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് വാക്സിൻസിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ഇൻഫ്ലുവൻസ ഇഞ്ചക്ഷൻ നമ്മൾ വാക്സിനായിട്ട് എടുക്കാറുണ്ട്. ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ഹിബി എന്ന് പറയുന്ന വാക്സിൻ, അതുപോലെ ന്യൂമോകോക്കൽ വാക്സിൻ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, ഇതൊക്കെയും തന്നെ സബ് യൂണിറ്റ് വാക്സിൻസിന് എക്സാമ്പിളാണ്. സോ നമ്മുടെ ലാസ്റ്റ് ടൈപ്പാണ് ടോക്സോയിഡ് വാക്സിൻസ്. ഇവരും ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിഷമാണ്. ഇപ്പോൾ ചില ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഉണ്ടാക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ മൈക്രോ ഓർഗാനിസം മൊത്തത്തിൽ എൻ്റർ ചെയ്തുകൊണ്ടായിരിക്കില്ല നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ബട്ട് ആ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എത്തിയ ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് വിഷം കൊണ്ടായിരിക്കാം.
അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പറ്റുന്ന വാക്സിൻസ് ആണ് toxoid vaccine. So here toxoid vaccines uses a toxin which is a harmful product made by the germ that cause a disease. ടോക്സോയിഡ് വാക്സിനകത്ത് നമ്മൾ ഈ ടോക്സിൻ്റെ തന്നെ ഒരു വകഭേദമാണ് ടോക്സോയിഡ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ വാക്സിനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ വാക്സിനായിട്ട് ഈ ടോക്സിൻ്റെ തന്നെ ഒരു വകഭേദം നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു പാത്തോജൻ പിന്നീട് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ പാത്തോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ they create immunity to the parts of the germ that causes the disease instead of the germ itself. അപ്പം മൊത്തത്തിൽ ആ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. ടോക്സോയിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ ടോക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അതാണല്ലോ ഇവിടെ ഡിസീസ് ഉണ്ടാക്കാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞത്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. സോ ഹിയർ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇസ് ടാർഗറ്റഡ് ടു ദ toxin and it is not against the entire or whole microorganism. So നമ്മൾ മറ്റുള്ള ചില വാക്സിൻസ് എടുക്കുന്ന പോലെ തന്നെ ഈ ടോക്സോയിഡ് വാക്സിൻസിൻ്റെ പ്രത്യേകതയാണ് ഇവർക്കും ചിലപ്പോൾ ബൂസ്റ്റർ ഡോസസ് ആവശ്യമായിട്ട് വരും. നമുക്ക് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന പ്രൊട്ടക്ഷൻ ഇമ്മ്യൂണിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൂസ്റ്റർ ഡോസസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് ക്ലാസിക്കലായിട്ടുള്ള എക്സാമ്പിൾ എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ TT ഇഞ്ചെക്ഷൻ ഉണ്ടല്ലോ, ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയും. സോ നമ്മളെല്ലാവരും എടുക്കുന്ന ഒരു വാക്സിനേഷനാണ്. ഇപ്പോൾ TT ഇസ് എൻ എക്സാമ്പിൾ ഫോർ ടോക്സോയിഡ് വാക്സിൻ. അതുപോലെ നമ്മൾ ഡിഫ്തീരിയയ്ക്ക് എടുക്കുന്ന വാക്സിൻ ഉണ്ട്, അതും ഒരു ടോക്സോയിഡ് വാക്സിൻ തന്നെയാണ്. സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്സിനാണ് നമ്മുടെ COVID-19 അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ്. ഇപ്പോൾ കൂടുതലായിട്ടും കോവിഷീൽഡും കോവാക്സിനെ പറ്റിയാണ് നമ്മൾ കേട്ട് പരിചയമുള്ളത്. സോ ഇതിനകത്ത് കോവിഷീൽഡ് എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു വാക്സിനാണ്. കോവിഷീൽഡിനകത്ത് നമ്മൾ പറയുന്നത് വൈറൽ വെക്ടർ വാക്സിൻ ഒരു എക്സാമ്പിളാണ് കോവിഷീൽഡ്. ഇവിടെ ആക്ച്വലി കൊറോണ വൈറസിനെ തന്നെയല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ബട്ട് കൊറോണ വൈറസിൻ്റെ സർഫസിൽ നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണുന്ന ആ സർഫസിനകത്ത് അവർക്ക് ചില ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സ് ഉണ്ട്. അതായത് ആൻറ്റിന പോലെ അവരുടെ ആ ഒരു സർഫസിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചില പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. സോ ഈ സ്പൈക്സ് മാത്രം കളക്ട് ചെയ്തിട്ട് ചിമ്പാൻസികളിൽ കോൾഡ് ഉണ്ടാക്കുന്ന ഒരു തരം വൈറസ് ഉണ്ട്, അഡിനോ വൈറസ് എന്ന് പറയും. സോ ഈ ഒരു അഡിനോ വൈറസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അതായത് കൊറോണേൻ്റെ സർഫസിലുള്ള ആ സ്പൈക്കുകളെ, കൊമ്പുകളെ എടുത്തിട്ട് ഈ ചിമ്പാൻസീസിൽ കോൾഡ് ഉണ്ടാക്കുന്ന അഡിനോ വൈറസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി സംവാട്ട് നമ്മുടെ കൊറോണ വൈറസിനെ പോലെ അതിനെ ലുക്ക് വൈസ് ആക്കുന്നുണ്ട്. ഇതിനുശേഷം ഇത് വീക്കൻ ചെയ്യുന്നുണ്ട്. സോ ആ എൻറ്റയർ ആയിട്ടുള്ള അഡിനോ വൈറസിനെ ആസച്ച് യൂസ് ചെയ്യുന്നില്ല, വീക്കൻ ചെയ്തിട്ട് നമ്മുടെ കൊറോണയുടെ ഗ്ലൈക്കോപ്രോട്ടീൻ സ്പൈക്സും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതൊരു വൈറൽ വെക്ടർ വാക്സിന് എക്സാമ്പിളാണ്. നമ്മുടെ കോവാക്സിൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ് വാക്സിൻ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഇവിടെ കൊറോണ വൈറസിനെ ആസച്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഇസ് കിൽഡ് ഓർ ഇനാക്ടിവേറ്റഡ്. നമ്മുടെ എൻറ്റയർ കൊറോണ വൈറസിനെ എടുത്തിട്ട് അതിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുന്ന സെൽ ലൈൻസ് ഉണ്ട്. സെൽ ലൈൻസിൽ ഗ്രോ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത് ഇനാക്ടിവേറ്റ് ചെയ്ത ശേഷം നമ്മൾ വാക്സിനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗാനിസം കിൽഡ് ഫോമിലാണ് ബോഡിയിൽ എത്തിപ്പെടുന്നത്. സോ ദാറ്റ് നമുക്കൊരിക്കലും കൊറോണ വരുന്നില്ല, ബട്ട് കൊറോണയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് രണ്ട് വാക്സിനും തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, കോവിഷീൽഡും കോവാക്സിനും. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ വാക്സിൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ബ്രീഫായിട്ട് നമ്മൾ 4 ടൈപ്പിനെ പറ്റിയും പ്രതിപാദിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും പറ്റിയും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വരുന്ന ക്ലാസ്സുകൾ അതിനെപ്പറ്റി ആലോചിക്കാം. സോ ഈ ഒരു PPT നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡ് ഷെയറിൽ അവൈലബിൾ ആയിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട്. സോ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.